ഞാൻ നിങ്ങളോട് പറയുന്നു, UDF വേണ്ടി പറയുന്നു, ആധികാരികമായ ചർച്ചകൾ UDF-ഉം കോൺഗ്രസ് നേതൃത്വവും ഉൾപ്പെടെ നടത്തിയിട്ടാണ് പ്രിയങ്കരനായ രാഹുൽജിയെ കൊണ്ട് 5 ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചത്. അത് നടപ്പാക്കാനുള്ള ആർജവവും അത് നടപ്പാക്കാനുള്ള പദ്ധതികളും അതിനായി ഖജനാവിൽ പണം നിറയ്ക്കാനുള്ള ഉത്തരവാദിത്വവും UDF-നുണ്ട്. ആദ്യത്തെ 2 ഗ്യാരണ്ടികൾ സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാണ്. KSRTC ബസ്സിൽ ഇനി നിങ്ങൾക്ക് സൗജന്യ യാത്രയാണ്. ഒരാളും നിങ്ങളോട് പണം ചോദിക്കില്ല. 2 കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് മാസം 1000 രൂപ അയച്ചു കൊടുക്കും. അവര് പഠിക്കട്ടെ, അവര് പഠിച്ചു മിടുക്കികളായി ഈ കേരളത്തിന്റെ അഭിമാനങ്ങളായി അവര് മാറട്ടെ. നമുക്കറിയാം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചികിത്സാ ചെലവുള്ള 1ാമത്തെ സംസ്ഥാനം കേരളമാണ്. 70%. UDF-ന്റെ വാഗ്ദാനം അത് 1ാം ഘട്ടത്തിൽ ഇപ്പോഴുള്ള ചികിത്സാ ചെലവ് പകുതിയാക്കി കുറയ്ക്കുമെന്നതാണ്. ശ്രീ അശോക് ഗെഹ്ലോട്ട്ജിയുടെ നേതൃത്വത്തിൽ രാജസ്ഥാനിൽ കോൺഗ്രസ് ഗവൺമെന്റ് നടപ്പിലാക്കിയ ആ ഇൻഷുറൻസ് പദ്ധതി ഈ കേരളത്തിൽ നമ്മൾ നടപ്പാക്കുക തന്നെ ചെയ്യും. നമ്മുടെ ചെറുപ്പക്കാർ അവർ വിദേശത്തേക്ക് പോകേണ്ടവരല്ല. ഇവിടെ അവർക്ക് പഠിക്കാനുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാകും. ലോകത്ത് ആഗോള രംഗങ്ങളിൽ ജോലിയുടെ സ്വഭാവം മാറുകയാണ്. അതനുസരിച്ചുള്ള കോഴ്സുകൾ ഇവിടെ ഉണ്ടാകണം. UDF പ്രഖ്യാപിക്കുന്നത് ഗ്ലോബൽ ജോബ് വാച്ച് ടവർ ഉണ്ടാക്കും. ലോകത്തെല്ലായിടത്തും